ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളിപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കണ്ടിട്ട് റിംഗിന്റെ ഒരു ട്രാൻസിഷന്റെ ഒരു ട്യൂട്ടോറിയൽ ആണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇത് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും, വലിയ റിസ്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ നമ്മളിവിടെ മേക്ക് ചെയ്യുന്നത് CapCut ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇനി ഫോണിൽ CapCut കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ VN, InShot, KineMaster ഏതൊരു എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ നമുക്ക് ഇത് ഈസി ആയിട്ട് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ട്യൂട്ടോറിയൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരുന്നതിന് മുമ്പ് ഫസ്റ്റ് ഈ ഒരു വീഡിയോ കാണുന്നവർ അല്ലെങ്കിൽ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. കാരണം ഇതേപോലത്തെ ട്രെൻഡിങ് ആയിട്ട് ട്യൂട്ടോറിയൽസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ചാനൽ. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക ഇപ്പം തന്നെ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് മറക്കും. അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്തിട്ടേക്കുക. അപ്പോൾ ഗൈസ് ഫസ്റ്റ് നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ മൊത്തമായിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാം, എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളതും എങ്ങനെയാണ് അതിൻ്റെ ഒരു മെത്തേഡ് വരുന്നത് എന്നുള്ളതും. അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്നുകൂടി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഞാൻ പറഞ്ഞ മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒരു ട്രാൻസിഷൻ ആയിട്ടാണ് ആ ഒരു റിംഗിന്റെ എഫക്റ്റ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ നമ്മൾ വീഡിയോക്ക് ട്രാൻസിഷൻ ആയിട്ട് നമ്മൾ ഓവർലേ ഫിലിം പെയിന്റ് ഒക്കെ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ആഡ് ചെയ്തിട്ട് രണ്ട് വീഡിയോയുടെ ഇടയിൽ ഒരു വൈറ്റ് ബോക്സ് ഒക്കെ കാണാൻ നിങ്ങൾ CapCutലേക്ക് വീഡിയോ ആഡ് ചെയ്യുമ്പോൾ ആ ഒരു വൈറ്റ് ബോക്സിലാണ് ഈ ഒരു ട്രാൻസിഷൻ എഫക്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോസിന്. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം ആഡ് ചെയ്യേണ്ടത് ഒരു ഒന്നാണ് ഈ ഒരു റിംഗിന്റെ ഒരു ട്രാൻസിഷൻ പറഞ്ഞിട്ടുള്ള ഒരു എഫക്റ്റ്. അപ്പോൾ ഈ റിംഗിന്റെ ഒരു ട്രാൻസിഷൻ കൊടുക്കുക പറയുന്നത് അപ്പോൾ ഒന്നാമത്തെ വീഡിയോ രണ്ടാമത്തെ വീഡിയോ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തെ വീഡിയോന്ന് ഒരു ഹാഫ് ആകുമ്പോൾ ഈ റിംഗ് ഇങ്ങനെ പെട്ടെന്ന് വീഡിയോയിലേക്ക് വരും. ആ വീഡിയോയിലേക്ക് വന്നിട്ട് രണ്ടാമത്തെ വീഡിയോ വരുന്ന ഭാഗത്തേക്ക് ആ രണ്ട് വീഡിയോന്റെ വൈറ്റ് ബോക്സ് വരുന്ന ഭാഗത്തേക്ക് ഈ റിംഗിന്റെ മൂവ്മെന്റ് ഒന്ന് ഫാസ്റ്റ് ആക്കി കൊടുക്കും. ഫാസ്റ്റ് ആക്കി കൊടുത്തിട്ട് പിന്നെ ആ ഒരു രണ്ടാമത്തെ വീഡിയോ ആയി കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് അതൊന്ന് സ്ലോ ആയിട്ട് പെട്ടെന്ന് ആ ഒരു മൂന്നാമത്തെ വീഡിയോ വരുന്നതിന് മുമ്പ് തന്നെ ഈ രണ്ടാമത്തെ വീഡിയോന്റെ ഒരു മുക്കാൽ ഭാഗമൊക്കെ ആകുമ്പോഴത്തേന് പെട്ടെന്ന് ഈ റിംഗ് നമ്മുടെ വീഡിയോ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ട്രാൻസിഷൻ ആയിട്ട് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് ഈ റിംഗിന്റെ ഒരു ട്രാൻസിഷൻ വരുന്നത്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ഈ റിംഗിന്റെ ഒരു ട്രാൻസിഷൻ നമ്മുടെ വീഡിയോയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും അതെങ്ങനെയാണ് അതിന്റെ സ്റ്റാർട്ടിങ് കൊടുക്കുക, എൻഡിങ് കൊടുക്കുക, എവിടേക്കാണ് സെറ്റ് ചെയ്യേണ്ടതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞപ്പോൾ ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ അതിനായിട്ട് CapCut ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഞാൻ രണ്ട് വീഡിയോ ക്ലിപ്പ് അവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ ക്ലിപ്പ് ആഡ് ചെയ്തതൊന്നും നിങ്ങൾ നോക്കണം, നമുക്ക് മെയിൻ ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഞാൻ എൻ്റെ രണ്ട് ക്ലിപ്പ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് രീതിക്ക് നല്ല ക്ലിപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ CapCutലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലിപ്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കൽ കഴിഞ്ഞ് അടുത്ത ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് നമ്മൾ ഇനി റിംഗിന്റെ ഒരു വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യലാണ്. അപ്പോൾ ആ റിംഗിന്റെ ഒരു വീഡിയോ പറയുന്നത് കറക്റ്റ് ആയിട്ട് നമ്മളൊരു എഫക്റ്റ് കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ CapCut, അതൊരു റിംഗ് ആണ്. ഒരു റിംഗിന്റെ ഒരു ഗ്രീൻ സ്ക്രീൻ മോഡൽ ആയിട്ട് ഒരു വീഡിയോ. അപ്പോൾ ആ ഒരു ഗ്രീൻ സ്ക്രീനിന്റെ ഒരു വീഡിയോ റിംഗിന്റെ ഡൗൺലോഡ് ചെയ്യാൻ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് താഴത്തെ ടൂൾ ബോക്സിൽ ഓവർലേ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അത് ഒരു ഓവർലേ ആക്കിയിട്ട് നിങ്ങൾ ആ ഒരു ഗ്രീൻ സ്ക്രീൻ വീഡിയോ റിംഗിന്റെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഓവർലേ വീഡിയോയിൽ ആ ഒരു റിംഗ് ജസ്റ്റ് അതിന് മൂവ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു സെന്ററിൽ കടന്നിട്ട് അതിങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ തിരിയുള്ളൂ ചെയ്യുക. അതിങ്ങനെ സൈഡിൽ നിന്ന് മെല്ലെ അങ്ങനെ വരുമൊന്നുമില്ല. അതൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്യുക നമ്മുടെ ഒരു വീഡിയോയിൽ. അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ ഈ ഒരു വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കൽ കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ജസ്റ്റ് അതിന്റെ സ്പീഡ് ഒന്ന് കൂട്ടി കൊടുക്കണം. അപ്പോൾ അതിനായി താഴത്തെ ടൂൾ ബോക്സിൽ സ്പീഡ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിൽ നോർമൽ കറവിൽ നോർമൽ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് അതിന്റെ ഒരു റിംഗിന്റെ സാധാ ഒരു വീഡിയോയിൽ മെല്ലുള്ള റിംഗ് കറങ്ങുക. അപ്പോൾ നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു സാധാ നോർമലി ഒരു മീഡിയം ലെവലിലേക്ക് അതിന്റെ സ്പീഡ് ഒന്ന് കൂട്ടി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കറങ്ങുന്ന രീതിക്ക്, ഓവർ അല്ല, ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കറങ്ങുന്ന രീതിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് അതിന്റെ സ്പീഡ് ഒന്ന് കൂട്ടി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു ഓവർലേ വീഡിയോ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം താഴത്തെ ടൂൾ ബോക്സിൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിലെ ക്രോമാക്കി സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റ് ആ ഒരു കളർ പിക്കറിൽ നിങ്ങൾ ആ ഒരു ഗ്രീൻ കളറിലേക്ക് നിങ്ങൾ അത് സെലക്ട് ആ ഒരു പോയിന്റർ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ ആണ് പോയി കിട്ടും. എന്നിട്ട് അത് പോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ താഴത്തെ ഇന്റൻസിറ്റി പിന്നെ ഷേഡോ പറഞ്ഞ രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഇന്റൻസിറ്റി മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുമ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് അവിടെ വെച്ചിട്ടാണ് ആ റിമൂവ് ആവുന്നത് ആ ഗ്രീൻ കളർ. അതനുസരിച്ച് നിങ്ങൾ കറക്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ട് ആ ഗ്രീൻ കളർ റിമൂവ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണ്ട സൈസിൽ നിങ്ങൾ ആ റിംഗ് ഒന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യണത് ഇനി ഒരു വൈറ്റ് ബോക്സ് വരുന്ന ഭാഗത്തേക്കാണ് നമ്മൾ സാധാരണ ട്രാൻസിഷൻ കൊടുക്കുക. നമ്മൾ ഒന്നാമത്തെ വീഡിയോ കഴിഞ്ഞ് രണ്ടാമത്തെ വീഡിയോ വരുന്ന ഭാഗത്തേക്ക്. അപ്പോൾ നമ്മൾ ആ ട്രാൻസിഷൻ വരുന്ന ഭാഗത്തേക്ക് നമ്മൾ ഇനി ആഡ് ചെയ്തതിൽ റിംഗിന്റെ സ്പീഡ് ഒന്ന് കൂട്ടി കൊടുക്കണം. അപ്പോൾ നമ്മളത് സ്പീഡ് കൂട്ടി കൊടുക്കുന്നത് നമ്മൾ ചെയ്യണത് ആ ഒരു വൈറ്റിൽ നിങ്ങൾ ആ ഒരു വൈറ്റ് ബോക്സിനെ തൊട്ട് മുമ്പൊക്കെ ആക്കി കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ വെച്ചിട്ട് നിങ്ങൾ ആ ഒരു ഓവർലേ വീഡിയോ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ആ രണ്ടാമത്തെ പോർഷൻ ആയിട്ടുള്ള ഓവർലേ വീഡിയോന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ജസ്റ്റ് അതിന്റെ സ്പീഡ് നിങ്ങൾ ഒന്നും കൂടി കൂട്ടി കൊടുക്കുക. അപ്പോൾ സ്പീഡ് കൂട്ടി കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ഒരു വൈറ്റ് ബോക്സ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വീഡിയോന്റെ തുടക്കത്തിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിക്ക് നിങ്ങൾ ആ വൈറ്റ് ലൈനിൽ കൊണ്ടുപോയിച്ചിട്ട് അവിടെ വെച്ചിട്ട് നിങ്ങൾ ആ ഓവർലേ വീഡിയോ സ്പ്ലിറ്റ് ചെയ്തിട്ട് സാധാരണ നമ്മൾ നേരത്തെ കൊടുത്തുള്ള സ്പീഡ് പോലെ തന്നെ നമ്മൾ ഒന്നാമത്തെ ആ ഒരു ഓവർലേ ഭാഗത്തിന് കൊടുത്ത സെയിം സ്പീഡ് തന്നെ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ കാണാൻ നിങ്ങൾക്ക് ആ ഒരു ഓവർലേ ട്രാൻസിൽ കൊടുക്കുന്ന ഭാഗത്തേക്ക് പെട്ടെന്ന് ആ റിംഗിന്റെ സ്പീഡ് കൂടിയിട്ട് സാധാരണ നോർമലിലേക്ക് തന്നെ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു സ്പീഡ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഓവർലേ വീഡിയോന്റെ ഏറ്റവും ലാസ്റ്റ് പോർഷൻ ആയിട്ടുള്ള ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് അതിന്റെ എൻഡിങ് നിങ്ങൾ ആ രണ്ടാമത്തെ വീഡിയോന്റെ ഒരു ഹാഫിലേക്ക് ഇട്ട്
കൊടുക്കുക. ഹാഫിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അടുത്ത നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇനി ഒരു റിങ് നമ്മൾ വീഡിയോയിലേക്ക് വരുന്നതും പോകുന്നതും ആ ഒരു ട്രാൻസിഷൻ ഇവിടെ സെറ്റ് ചെയ്യലാണ്. അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആഡ് ചെയ്തില്ല റിങ്ങിന്റെ ഓവർലേ വീഡിയോന്റെ അങ്ങോട്ട് നിങ്ങൾ ആ വൈറ്റ് ലൈനിൽ കൊണ്ടുവച്ചിട്ട് അതിന് തുടക്ക ഭാഗത്തേക്ക് നിങ്ങൾ ആ വൈറ്റ് ലൈൻ കറക്റ്റ് കൊണ്ടുവച്ചിട്ട് അവിടെ വെച്ച് നിങ്ങൾ കീ ഫ്രെയിം കൊടുക്കുക. കീ ഫ്രെയിം കൊടുത്തിട്ട് നിങ്ങൾ ആ വൈറ്റ് ലൈൻ ആ ഒരു കീ ഫ്രെയിമിന്റെ അവിടെ കുറച്ചിങ്ങോട്ട് മുമ്പ് നീക്കിയിട്ട് അവിടെ നിങ്ങളൊരു കീ ഫ്രെയിം കൊടുക്കുക. അവിടെ നിങ്ങൾ കീ ഫ്രെയിം കൊടുത്തിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അത് ആദ്യം കൊടുത്ത കീ ഫ്രെയിമിന്റെ അങ്ങോട്ട് നിങ്ങൾ ആ വൈറ്റ് ലൈനിൽ കൊണ്ടുവച്ചിട്ട് നിങ്ങൾ ആ റിങ് ജസ്റ്റ് നിങ്ങളുടെ വീഡിയോ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നീക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് വീഡിയോ അവിടെ പ്ലേ ചെയ്യുമ്പോൾ കാണാൻ നിങ്ങൾക്ക് റിങ് പെട്ടെന്ന് വീഡിയോ നിങ്ങൾ പുറത്തുനിന്ന് വീഡിയോക്ക് വരുന്ന രീതിക്ക് ഒരു ട്രാൻസിഷൻ്റെ ഒരു എഫക്റ്റാണ് വന്നുള്ളത്. ഇതേപോലെ ഇനി അടുത്ത് നിങ്ങൾ ഈ ഒരു വീഡിയോന്റെ നമ്മൾ ഈ ഗ്രീൻ സ്ക്രീൻ ആയിട്ടുള്ള ഈ ഒരു റിങ്ങിന്റെ വീഡിയോന്റെ ഏറ്റവും ലാസ്റ്റത്തെ എൻഡിങ്ങിലേക്ക് പോവുക. അവിടെ പോയിട്ട് നിങ്ങൾ ഇതേപോലെ നിങ്ങൾ അതിന്റെ എൻഡിങ്ങിൽ നിങ്ങളൊരു കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് എൻഡിങ് തൊട്ട് പിന്നിക്ക് ആക്കിയിട്ട് അവിടെ നിങ്ങളൊരു കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതിന്റെ ഏറ്റവും ലാസ്റ്റ് ഒരു കീ ഫ്രെയിം നിങ്ങളെ വൈറ്റിലേക്ക് കൊണ്ടുവച്ചിട്ട് അവിടെ വെച്ചിട്ട് നിങ്ങളെ റിങ് നിങ്ങളെ വീഡിയോന്റെ മേലേക്കോ അല്ലെങ്കിൽ സൈഡിലേക്കോ എടുക്കുകയോ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് നീക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ കാണാം നിങ്ങൾക്ക് ആ ഒരു റിങ് പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുന്നു. ട്രാൻസിഷൻ ഭാഗത്തേക്ക് പെട്ടെന്ന് റിങ്ങിന്റെ സ്പീഡ് കൂടുന്നു. പിന്നെ പെട്ടെന്ന് രണ്ടാമത്തെ വീഡിയോക്ക് വന്നിട്ട് രണ്ടാമത്തെ വീഡിയോ എൻ്റെ നേരത്തെ പെട്ടെന്ന് റിങ് നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകണം. അപ്പോൾ ഒരു ഫുൾ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത നമ്മൾ ഇനി ചെയ്യണത് ഇനി ഇതിൽ ഒന്നാമത്തെ വീഡിയോ കഴിഞ്ഞിട്ട് അടുത്ത രണ്ടാമത്തെ വീഡിയോ വരുന്ന ഭാഗത്തേക്ക് നമ്മൾ ആ ഒരു റിങ്ങിന്റെ സ്പീഡ് കൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടി കൊടുക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ ഇനി ചെറിയൊരു ബാക്കിൽ ചെറിയൊരു ഫയറിന്റെ ഒരു ചെറിയൊരു ഓവർലേ കൂടി അവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെറിയ ട്രാൻസിഷൻ എഫക്ട്. അപ്പോൾ ആ ഒരു ഫയറിന്റെ ഒരു ഓവർലേന്റെ ഒരു വീഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്യാനുള്ളത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് അപ്പോൾ നിങ്ങൾ അത് ഇതേപോലെ ഓവർലേ ആക്കിയിട്ട് ഈ ഒരു വീഡിയോയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് താഴത്തെ ടൂൾ ബോക്സിലെ സ്പ്ലൈസിൽ ഒന്നാമത്തെ ഫിൽറ്റർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിന് കറക്റ്റ് ആയിട്ട് ഞാൻ ആഡ് ചെയ്തില്ല ഒരു ഓവർലേ വീഡിയോ നല്ലൊരു പോർഷൻ നോക്കിയിട്ട് നിങ്ങൾ ഇതിന്റെ ഇടയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയുണ്ടാവും, കാരണം ഇതിന്റെ ഒരുപാട് മോഡൽസ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് നമ്മൾ ഇതിന് മുമ്പ് എല്ലാ വീഡിയോസിലൊക്കെ ചെയ്ത് തന്നെയാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഇതിന്റെ ഈ ഒരു റിങ്ങിന്റെ ബാക്ക് ആക്കിയിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മളൊരു ഫയറിന്റെ ഒരു ഓവർലേ ട്രാൻസിഷൻ കൂടി ഇപ്പോൾ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മുടെ ഒരു റിങ്ങിലേക്ക് കൊടുക്കേണ്ട ഭാഗങ്ങളൊക്കെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഇതിലേക്ക് നമ്മൾ ഇനി ചെയ്യണത് ഇനി ഇതിലേക്ക് സൗണ്ട് എഫക്ട്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ സൗണ്ട് എഫക്ട്സ് നിങ്ങൾക്ക് എങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാൻ അറിയുണ്ടാവും. ജസ്റ്റ് മ്യൂസിക് ആഡ് ചെയ്യുന്ന പോലെ കറക്റ്റ് ആയിട്ട് ഓരോന്നിനും അനുയോജ്യമായിട്ടുള്ള ഓരോ സൗണ്ട് എഫക്ട്സിന് അതിന്റെ അടിയിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഏതൊക്കെ സൗണ്ട് എഫക്ട്സ് എവിടെയൊക്കെയാണ് കൊടുക്കുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു സൗണ്ട് എഫക്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആ ഒരു റിങ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നിടത്തേക്കും, പിന്നെ ഒരു സൗണ്ട് എഫക്ട് റിങ് നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്നിടത്തേക്ക് നമ്മളൊരു സൗണ്ട് എഫക്ട് അവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ആ ഒരു ഫയർ വരുന്നിടത്തേക്ക് നമ്മൾ ചെറിയൊരു ഫയറിന്റെ ഒരു സൗണ്ട് എഫക്ട് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ആ ഒരു റിങ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കറങ്ങുണ്ട് ഒരു നമ്മളെ ഒരു വൈറ്റ് ബോക്സിന്റെ അടിയിൽ വെച്ചിട്ട് ആ ഒരു ഭാഗത്തേക്കും നമ്മൾ ചെറിയൊരു സൗണ്ട് എഫക്ട് ഇങ്ങനെ കറങ്ങുന്ന ഒരു സൗണ്ട് എഫക്ട് അവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സൗണ്ട് എഫക്ട്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കറക്റ്റ് അതിന്റെ അടിയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏതൊക്കെ എങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ഒരു സൗണ്ട് എഫക്ട്സ് എവിടെയൊക്കെ ആഡ് ചെയ്യുന്നത് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ട് എങ്ങനെ നമ്മുടെ വീഡിയോ ഉണ്ടാവുക ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെ ഒരു സൗണ്ട് എഫക്ട്സ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതേമാതിരി സൗണ്ട് എഫക്ട്സ് കാര്യങ്ങളൊക്കെ കറക്റ്റ് നിങ്ങളെ ഒരു മൂവ്മെന്റ്സിനനുസരിച്ച് അതിന് താഴ്ത്തി ഒരു സൗണ്ട് എഫക്ട്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഒരു റിങ്ങിന്റെ ഒരു ട്രാൻസിഷൻ നമ്മുടെ വീഡിയോയിലേക്ക് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കും. ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് യൂസ്ഫുൾ ആയിട്ട് ട്യൂട്ടോറിയൽസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നാലും പെട്ടെന്ന് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ. അപ്പോൾ മറ്റൊരു എപ്പിസോഡ് വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ബൈ.